കേരള സഭ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനയർപ്പണ രീതി നടപ്പിലാക്കാത്ത വൈദികർക്കെതിരെ സഭാ നിയമം അനുശാസിക്കുന്ന അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും അറിയിച്ചു. ഈ മാസം 25-ന് മുൻപ് ഏകീകൃത കുർബാനയർപ്പണ രീതി എല്ലാ ഇടവകകളിലും കൃത്യവും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നടപ്പാക്കുന്നതുമായ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് എല്ലാ വൈദികരും അഡ്മിനിസ്ട്രേറ്ററോട് സഹകരിക്കണമെന്നും വൈദികർക്കായി നൽകിയ കത്തിൽ ഇരുവരും ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ FCRA അക്കൗണ്ട് മരവിപ്പിച്ച നടപടി ഉടൻ പിൻവലിക്കണമെന്ന് KLCA. FCRA അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ പറ്റാത്തതിനാൽ വിരമിച്ച വൈദികരുടെയും വൈദിക വിദ്യാർത്ഥികളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുന്നു എന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസും ജനറൽ സെക്രട്ടറി ബിജു ജോസിയും പറഞ്ഞു. വിഴിഞ്ഞം സമരത്തിന് അതിരൂപത നേതൃത്വം പിന്തുണ നൽകിയതിന്റെ പേരിൽ ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള കേസുകൾ നീതീകരിക്കാൻ ആവുന്നതല്ല എന്നും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെ ഇത്തരം മാർഗങ്ങളിലൂടെ മൂക്കുകയറിയിടാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് എതിരാണെന്നും KLCA വ്യക്തമാക്കി. വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടിയ വയനാടൻ ജനതയുടെ ജീവിതം വരൾച്ചയും കാട്ടുതീയും ദുസ്സഹമാക്കുമ്പോൾ ജപ്തി നടപടികളുമായി മുന്നോട്ടു പോകുന്ന ബാങ്കുകളുടെ സമീപനത്തെ നിയന്ത്രിക്കുന്ന നയങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ബത്തേരി മേഖല സമിതി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് രൂപത വൈസ് പ്രസിഡന്റ് സാജു പുലിക്കോട്ടിൽ വിഷയാവതരണം നടത്തി. മേഖലാ പ്രസിഡന്റ് ജോൺസൺ തൊഴുത്തുങ്കൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെയും സ്കോളർഷിപ്പിന്റെയും കാര്യത്തിൽ ക്രിസ്ത്യാനികളോട് ചിറ്റമ്മ നയമാണ് കേരളത്തിൽ കാലാകാലങ്ങളായി ഭരിച്ച രണ്ട് മുന്നണികളും സ്വീകരിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ന്യൂനപക്ഷ ആനുകൂല്യങ്ങളിൽ 80% മുസ്ലിമുകൾക്ക് നൽകുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് 20% മാത്രമാണ് ലഭിക്കുന്നത്. ജനസംഖ്യാനുപാതത്തിലാണ് ആനുകൂല്യങ്ങൾ നൽകേണ്ടത്. ക്രിസ്ത്യാനികൾക്ക് അർഹമായ ആനുകൂല്യം നൽകണമെന്ന് പറയുന്ന ഒരേ ഒരു പാർട്ടി BJP മാത്രമാണെന്നും കൽപ്പറ്റയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ K. സുരേന്ദ്രൻ പറഞ്ഞു. മെൽബൺ സീറോ മലബാർ യൂത്ത് അപ്പസ്തോലേറ്റിന്റെ ഇന്ത്യ മിഷൻ ആരംഭിച്ചു. മെൽബൺ രൂപത യൂത്ത് അപ്പസ്തോലേറ്റ് ഡയറക്ടർ സോച്ചിൻ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള 4 യുവജനങ്ങളാണ് ഇന്ത്യയിലെ ശംഷാബാദ് സീറോ മലബാർ രൂപതയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ മിഷൻ പ്രദേശങ്ങൾ സന്ദർശിച്ച് ദൈവവചനം പങ്കുവയ്ക്കുകയും ഈശോയെ പകർന്നു നൽകുകയുമാണ് യുവ പ്രേക്ഷിതരുടെ ലക്ഷ്യം. ടീം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള മിഷൻ സ്റ്റേഷനുകളിൽ യുവജനങ്ങളെ സന്ദർശിക്കുകയും 2024 മെയ് 7-ന് മെൽബണിൽ തിരികെ എത്തുകയും ചെയ്യും. ഇന്ത്യയിലെ വിവിധ മിഷൻ രൂപതകളിലെ മിഷൻ സെന്ററുകൾ സന്ദർശിച്ച് ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന യുവജനങ്ങൾക്ക് പ്രേക്ഷിത അനുഭവം പകരുന്ന ഈ പുതിയ സംരംഭത്തിന് മെൽബൺ രൂപതയുടെ യൂത്ത് അപ്പസ്തോലേറ്റാണ് നേതൃത്വം നൽകുന്നത്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത കടന്നുപോകുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണെന്ന് വികാരി ജനറൽ മോൺസിഞ്ഞോർ യൂജിൻ എച്ച് പെരേര. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കായി പണം ഇല്ലാത്ത സ്ഥിതിയാണ്. ഈ വിഭാഗത്തിൽ ജോലി ചെയ്ത പലരെയും സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് ഒഴിവാക്കേണ്ടി വന്നു. ഈ പ്രതിസന്ധി തുടർന്നാൽ രൂപതയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ പോലും അത് ഗുരുതരമായി ബാധിക്കുമെന്നും മോൺസിഞ്ഞോർ പറഞ്ഞു. കർണാടക ഊർജ്ജ മന്ത്രി KJ ജോർജ് മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പോരുനേടവുമായി കൂടിക്കാഴ്ച നടത്തി. ബിഷപ്പ് ഹൌസിൽ എത്തിയായിരുന്നു കൂടിക്കാഴ്ച. വയനാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് എത്തിയതായിരുന്നു KJ ജോർജ്. മാനന്തവാടി നിയോജക മണ്ഡലത്തിന്റെ ചാർജ് വഹിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള മുൻ MP KV തങ്കബാലുവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. 178 വർഷം പഴക്കമുള്ള ലാസ്ലേറ്റ് സന്യാസ സഭയുടെ പുതിയ സുപ്പീരിയർ ജനറലായി മലയാളിയായ ഫാദർ ജോൺ ചെട്ടിയാക്കുന്നേൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 32 രാജ്യങ്ങളിൽ പ്രേക്ഷിത സാന്നിധ്യമുള്ള റോം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലാസ്ലേറ്റ് സന്യാസ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഏഷ്യക്കാരൻ സുപ്പീരിയർ ജനറൽ പദവിയിലേക്ക് എത്തുന്നത്. മഡഗാസ്കറിലെ ആൻസിറാബയിൽ നടക്കുന്ന ചാപ്റ്ററിലാണ് ഫാദർ ജോണിനെ സുപ്പീരിയർ ജനറലായി തെരഞ്ഞെടുത്തത്. ആഗോള കമ്പോളവൽക്കരണത്തിൽ ആത്മീയ ഇടം നഷ്ടപ്പെടുന്നുവെന്ന് കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി. കേരളത്തിൽ വസൂരി പടർന്നു പിടിച്ചപ്പോൾ ശ്രീമൂലം തിരുനാൾ രാജാവും ബിഷപ്പ് ബെൻസിംഗർ തിരുമേനിയും തമ്മിലുള്ള സൗഹൃദമാണ് വിദേശത്ത് നിന്ന് നഴ്സുമാരായ കന്യാസ്ത്രീകളെ ആദ്യമായി കേരളത്തിലെത്തിച്ചത്. ആതുര സേവനം ദൈവവിളിയാണെന്നും ഉദാത്തമായ അനുകമ്പയും സ്നേഹവുമാണ് ആതുര സേവനമെന്നും ബിഷപ്പ് പറഞ്ഞു.
കാത്തലിക് നഴ്സുമാരുടെ അന്തർദേശീയ സംഘടനയായ കാത്തലിക് നഴ്സസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച നഴ്സ് ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന നേതൃത്വ ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം തിരുവനന്തപുരം ലത്തീൻ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡൈസൺ യേശുദാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് ബിജു ഓളാട്ടുപുറം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി CT വർഗീസ്, ട്രഷറർ മാത്യു ജോസഫ്, വൈസ് പ്രസിഡന്റുമാരായ എലിസബത്ത് ലിസി, സിന്നി ജോർജ്, സെക്രട്ടറി G ബിജു, രൂപത പ്രസിഡന്റ് ഇഗ്നേഷ്യസ് ലയോള, ജീബ പൗലോസ് എന്നിവർ സംസാരിച്ചു. ട്രെയിനർ, സൈക്കോളജിസ്റ്റ് സിസ്റ്റർ S സൗമ്യ വിദ്യാർത്ഥികൾക്കിടയിൽ സമൂഹ മാധ്യമങ്ങളുടെ ഫലപ്രദമായ ഉപയോഗം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിച്ചു. കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്നായി 100-ൽ പരം പ്രതിനിധികളാണ് സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തത്. ചരിത്രത്തെയും സംസ്കാരത്തെയും കൂടി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ പ്രാർത്ഥനയുടെ നേതാക്കളെ തിരഞ്ഞെടുക്കുവാൻ എല്ലാവരും സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്നും അതുവഴി പൗരധർമ്മം നിർവഹിക്കണമെന്നും ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ. രൂപത BCC സംഘടിപ്പിച്ച കാട്ടൂർ ഫൊറോന നേതൃസംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മതേതരത്വം, മതസൗഹാർദ്ദം, സ്വാതന്ത്ര്യം ഇവയെല്ലാം നിലനിൽക്കണമെന്നും അതിനായി മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതിന് ശ്രദ്ധിക്കണമെന്നും ബിഷപ്പ് ആഹ്വാനം ചെയ്തു. വന്യമൃഗ ആക്രമണ ഭീഷണി തടയാൻ സത്വര നടപടി ഉണ്ടാകണമെന്നും കസ്തൂരിരംഗൻ വിജ്ഞാപന നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കാഞ്ഞിരപ്പള്ളി രൂപത പാസ്റ്റർ കൌൺസിൽ പ്രമേയം അവതരിപ്പിച്ചു. മൃഗങ്ങൾക്ക് സുരക്ഷ നൽകാൻ സംവിധാനങ്ങളും നിയമങ്ങളും ഉണ്ടെങ്കിലും മനുഷ്യനെ സംരക്ഷിക്കാൻ നടപടികളില്ല എന്നതാണ് സാഹചര്യം. വനത്തിനും മൃഗങ്ങൾക്കും നൽകുന്ന പരിഗണന മനുഷ്യന് നൽകാത്ത കാടൻ നിയമങ്ങൾക്ക് പൊളിച്ചെഴുത്ത് ഉണ്ടാകണമെന്നും മനുഷ്യവിരുദ്ധമായ വന നിയമങ്ങളിൽ കാലോചിത മാറ്റങ്ങൾ വരുത്തി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നുമാണ് പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേലുള്ള അന്തിമ വിജ്ഞാപനം ജൂൺ 30-ന് വരാനിരിക്കെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്ന അന്തിമമായ തിരുത്തൽ വരുത്തിയ വില്ലേജ് ഷേപ്പ് ഫയൽസും അനുബന്ധ രേഖകളും ഉടൻ സമർപ്പിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും രൂപത പാസ്റ്റർ കൌൺസിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അരുവിത്തറ സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹതയുടെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. കൊടിയേറ്റത്തിന് ശേഷം ഫാദർ തോമസ് തയ്യലിന്റെയും ഫാദർ മാത്യു വെണ്ണായിപ്പള്ളിയിലിന്റെയും കാർമ്മികത്വത്തിൽ പുറത്തു നമസ്കാരം നടന്നു. തുടർന്ന് ഇടവക ജനങ്ങളും തൊട്ടടുത്ത ഇടവകളിലെ വിശ്വാസികളും ചേർന്ന് വടക്കേക്കര കുരിശുപള്ളിയിലേക്ക് 101 പൊൻകുരിശുകളുമായി നഗരപ്രദക്ഷിണം നടത്തി. ആയിരക്കണക്കിന് വിശ്വാസികളാണ് നഗരപ്രദക്ഷിണത്തിൽ പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സമ്മർദ്ദതന്ത്രം ഉപയോഗിക്കുന്നതിനോട് ഓർത്തഡോക്സ് സുറിയാനി സഭ യോജിക്കുന്നില്ലെന്നും ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ വ്യക്തമാക്കി. ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കുന്നവർ മലങ്കര സഭയിലുണ്ട്. അവരുടെ രാഷ്ട്രീയ നിലപാടുകളിൽ കൈകടത്താൻ സഭ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അർഹരായവർ ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും വിജയിച്ചു വരണം. അതാണ് ജനാധിപത്യത്തിന്റെ ശക്തിയെന്നും ബിജു ഉമ്മൻ പറഞ്ഞു. നവാഗത ചലച്ചിത്ര പ്രതിഭയ്ക്ക് KCBC മീഡിയ കമ്മീഷൻ നൽകുന്ന 2024 ജോൺ പോൾ അവാർഡ് സംവിധായകൻ ഡോക്ടർ ഷെയ്സൺ P. ഔസേഫ് സ്വന്തമാക്കി. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് സിനിമയുടെ സംവിധായകനായ ഡോക്ടർ ഷെയ്സൺ മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജ് ഫിലിം ആൻഡ് ടെലിവിഷൻ വിഭാഗം ഡീനാണ്. ഇന്റർനാഷണൽ കാത്തലിക് വിഷ്വൽ മീഡിയ ഗോൾഡൻ അവാർഡ് ഉൾപ്പെടെ 55-ലധികം പുരസ്കാരങ്ങളും 2024 ഓസ്കാർ നോമിനേഷനും ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് നേടിയിരുന്നു. അന്തരിച്ച തിരക്കഥാകൃത്ത് ജോൺ പോളിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം മെയ് 24-ന് POCയിൽ നടക്കുന്ന ചടങ്ങിൽ KCBC മീഡിയ കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി സമ്മാനിക്കും. ഐക്യത്തിന്റെ മൂലക്കല്ലിലാണ് കോതമംഗലം രൂപത പടുത്തുയർത്തിയിട്ടുള്ളതെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. കോതമംഗലം രൂപതയിലെ പ്രഥമ ഔദ്യോഗിക സന്ദർശനത്തോടനുബന്ധിച്ച് സെന്റ് ജോർജ് കത്തീഡ്രലിൽ ദിവ്യബലി മധ്യേ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. മനുഷ്യന്റെ വേദനകൾ, സങ്കടങ്ങൾ എന്നിവയിലെല്ലാം കരം ചേർത്ത് പിടിച്ച നല്ല സമറിയാക്കാരന്റെ മാതൃക നൽകിയ രൂപതയാണ് കോതമംഗലം. രൂപതയുടെ വളർച്ചയ്ക്ക് പിന്നിൽ പിതാക്കന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും ആത്മായരുടെയും കഷ്ടപ്പാടവും ഐക്യവുമാണെന്ന് മാർ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ
ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുകയും ആശങ്കകൾക്ക് പരിഹാരം കാണുകയും ചെയ്യണമെന്ന് ഇരിങ്ങാലക്കുട രൂപത ക്രിസ്തീയ ന്യൂനപക്ഷ അവകാശ സമിതി ആവശ്യപ്പെട്ടു. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക, വന്യജീവികളെ വനാതിർത്തിയിൽ തന്നെ നിർത്തുന്നതിനാവശ്യമായ നടപടികൾ ദ്രുതഗതിയിൽ സ്വീകരിക്കുക, ബഫർ സോണുമായി ബന്ധപ്പെട്ട മലയോര കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കുക, കാർഷിക വിളകൾക്ക് ന്യായമായ താങ്ങുവില ഉറപ്പാക്കുക, ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കാനായി സംസ്ഥാന സർക്കാർ നിയമിച്ച JB കോശി കമ്മീഷൻ ശുപാർശകൾ ഉടൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ക്രൈസ്തവർ മുന്നോട്ട് വയ്ക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസ് 106-ാം വാർഷിക സമ്മേളനം അരുവിത്തറയിൽ മെയ് 11, 12 തീയതികളിൽ നടത്തപ്പെടുന്നു. മെയ് 11-ന് തൃശൂരിൽ നിന്ന് പതാക പ്രയാണവും, കുറവിലങ്ങാട്ട് നിന്ന് ഛായാചിത്ര പ്രയാണവും, രാമപുരത്ത് നിന്ന് ദീപശിഖ പ്രയാണവും ഉണ്ടായിരിക്കും. മെയ് 12-ന് ഉച്ചകഴിഞ്ഞ് 2:30-ന് റാലിയും തുടർന്ന് 3:30-ന് നടക്കുന്ന പൊതുസമ്മേളനത്തോടെയും പരിപാടി അവസാനിക്കും. അതിരൂപതയ്ക്ക് വേണ്ടി മേജർ സെമിനാരികളിൽ പഠിക്കുന്ന വൈദികാർത്ഥികളുടെ വർക്ക് ക്യാമ്പിന്റെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത അഭിവന്യ മാർ ജോസഫ് പെരുന്തോട്ടം നിർവഹിച്ചു. ചുങ്കപ്പാറ നിർമ്മലപുരം സെന്റ് മേരീസ് പള്ളിയുടെ മാർ മാത്യു കാവുകാട്ട് മെമ്മോറിയൽ ഹാളിൽ വെച്ചായിരുന്നു പരിപാടി. ഏപ്രിൽ 21 മുതൽ 25 വരെ കരുവള്ളിക്കാട് സെന്റ് തോമസ് കുരിശുമലയിലാണ് വർക്ക് ക്യാമ്പ് നടത്തപ്പെടുന്നത്. മാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപ്പൊലീത്ത, അതിരൂപത സെന്റ് ലൂസ് വെരി റവറന്റ് ഫാദർ വർഗീസ് സ്ഥാനമാവുങ്കൽ, ഫാദർ സെബാസ്റ്റ്യൻ ചാലക്കൽ, സിസ്റ്റർ ജെയിൻ മേരി FCC എന്നിവർ സംസാരിച്ചു. ലോക ഭൗമ ദിനത്തോടനുബന്ധിച്ച് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭൗമ ദിനാചരണം നടത്തി. തളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച ദിനാചരണത്തിന്റെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ്മ സോണി നിർവഹിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ഭൗമ സംരക്ഷണ സെമിനാറിന് ഡോക്ടർ റോസമ്മ സോണി നേതൃത്വം നൽകി. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ നിന്നായുള്ള ഗ്രാമതല സന്നദ്ധ പ്രവർത്തകർ ദിനാചരണത്തിൽ പങ്കെടുത്തു. യുവജന വർഷത്തോടനുബന്ധിച്ച് KCYM മാനന്തവാടി രൂപതയുടെ വൈബ്രൻസ് 2024 യുവജന സംഗമം ദ്വാരക പാസ് സെന്ററിൽ നടത്തി. യുവജന സമ്മേളനം മാനന്തവാടി രൂപത മെത്രാൻ മാർ ജോസ് പൊരുന്നേടം ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സിനിമാ താരം സിജോയ് വർഗീസ് യുവജനങ്ങളുമായി സംവദിച്ചു. KCYM മാനന്തവാടി രൂപത പ്രസിഡന്റ് ജിഷിൻ മുണ്ടയ്ക്കാത്തടത്തിൽ അധ്യക്ഷത വഹിച്ചു. 2025 ജൂബിലി വർഷവുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളും ജൂബിലിയുടെ ചൈതന്യവും വ്യക്തമാക്കുന്ന ബുൾ ഓഫ് ഇൻഡക്ഷൻ സ്വർഗാരോഹണ തിരുനാൾ ദിനമായ മെയ് 9-ന് പ്രസിദ്ധീകരിക്കും. ബുൾ ഓഫ് ഇൻഡക്ഷനിൽ ജൂബിലി ആരംഭിക്കുന്ന ദിനവും അവസാനിക്കുന്ന ദിനവും പ്രസിദ്ധീകരിക്കും. യേശുവിന്റെ സ്വർഗാരോഹണ തിരുനാൾ, മെയ് 19-നുള്ള പെന്തക്കുസ്ത തിരുനാൾ, മെയ് 26-നുള്ള ത്രിത്വത്തിന്റെ തിരുനാൾ എന്നീ ദിനങ്ങളിലെ ആഘോഷമായ ദിവ്യബലികൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ കാർമ്മികത്വം വഹിക്കും. സ്വർഗാരോഹണ തിരുനാളിന്റെയും പെന്തക്കുസ്ത തിരുനാളിന്റെയും തിരുക്കർമ്മങ്ങൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ചും ത്രിത്വത്തിന്റെ തിരുനാളിന്റെ തിരുക്കർമ്മങ്ങൾ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലുമാണ് നടക്കുന്നത്. കേരളത്തിലെ അതിജീവന പോരാട്ടത്തിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രതിബിംബമായി യുവജനങ്ങൾ മാറണമെന്ന് വിജയപുരം രൂപത സഹായമെത്രാൻ ഡോക്ടർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ. KCYM ലാറ്റിൻ സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ലീഡർഷിപ്പ് ക്യാമ്പിൽ വെച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KCYM വിജയപുരം രൂപതയുടെ ആതിഥേയത്വത്തിൽ മൂന്നാർ മിസ്റ്റിക്കൽ വെച്ച് നടന്ന ത്രിദിന ലീഡർഷിപ്പ് ട്രെയിനിംഗ് ക്യാമ്പ് KCBC യൂത്ത് കമ്മീഷൻ സെക്രട്ടറി റവറന്റ് ഫാദർ സ്റ്റീഫൻ തോമസ് ചാലക്കര ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 12 റോമൻ കത്തോലിക്ക രൂപതകളിലെ 80 KCYM നേതാക്കൾ ക്യാമ്പിൽ പങ്കെടുത്തു. മോതിരവയൽ സെന്റ് തോമസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ BBS ക്യാമ്പ് ആരംഭിച്ചു. 3 ദിവസത്തേക്കാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം BBS ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കരിങ്കുളം, കരിമ്പാനംകുഴി, മോതിരവയൽ ഇടവകളിൽ നിന്നുള്ള കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. നല്ലില സെന്റ് ഗബ്രിയേൽ സുബോറോ ഓർത്തഡോക്സ് വലിയ പള്ളി യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ എക്യുമെനിക്കൽ ക്വിസ് മത്സരം നടത്തപ്പെടുന്നു. 2024 ഏപ്രിൽ 28 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30-നാണ് ക്വിസ് മത്സരം നടത്തപ്പെടുക. മത്സരത്തിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. യുവജന പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ചാണ് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത്. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.